Hi dear friends, Pineapple Glaze Gel Cake റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടോ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കി എടുക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. പൈനാപ്പിൾ കേക്കിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സ്പഞ്ച് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിക്കണം. അതിനുശേഷം 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നല്ലതുപോലെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുപോലെ മിക്സായി വന്നാലേ നമ്മുടെ സ്പഞ്ച് നല്ലതുപോലെ പൊങ്ങി വരുള്ളൂ. ഇപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. മറ്റൊരു ബൗളിലേക്ക് ഞാൻ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ലപോലെ ബീറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച ഷുഗർ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം. ഷുഗർ പൊടിച്ചതിന് ശേഷമാണ് 1 കപ്പ് അളന്നെടുത്തിട്ടുള്ളത്. നമ്മൾ പൈനാപ്പിൾ കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 തുള്ളി യെല്ലോ കളർ ഇതിലേക്ക് ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്നുകൂടി ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ചെറു ചൂടുള്ള പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കണം. പാൽ ചേർത്തതിന് ശേഷം കൂടുതൽ ടൈം ബീറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് മിക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പാച്ചില വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ട് മൈദ കൊണ്ട് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൈനാപ്പിൾ ക്രഷ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കണം എന്നില്ല, കാരണം നമ്മളെ പൈനാപ്പിളിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ ഷുഗറൊക്കെ മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഇതിന് താനെ വെള്ളം ഇറങ്ങി വരും. എന്നാലും നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് നല്ല പോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് 4 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലൊരു നൈഫ് വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. സ്പഞ്ച് നല്ല ഹൈറ്റ് കിട്ടിയതുകൊണ്ട് എനിക്ക് 4 ലെയറായി കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പൈനാപ്പിൾ ക്രഷ് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കേക്ക് വെറ്റ് ചെയ്യാനുള്ള സിറപ്പ് പൈനാപ്പിൾ കഷ്ണം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളത്തിലേക്ക് 3/4 കപ്പ് ഷുഗറും ചെറിയ പീസാക്കിയ പൈനാപ്പിൾ കഷ്ണങ്ങളും ഇട്ടതിന് ശേഷം തിളപ്പിച്ചെടുത്തതാണിത്. ഇനി നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് ബോർഡുമ്പോൾ 1 ലെയർ സ്പഞ്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഇതുപോലെ ക്രീം ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്പാച്ചിൽ വെച്ചിട്ട് ക്രീം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം.
ഇനി ഇതിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ഒരു ബോർഡർ പോലെ ക്രീം കൊണ്ട് വരച്ചു കൊടുക്കുക. അതിനുള്ളിലായിട്ടാണ് നമ്മൾ പൈനാപ്പിൾ ക്രഷ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ കേക്ക് ക്രം കോട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ പൈനാപ്പിൾ ക്രഷ് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൈഡിലൂടെ ഇതുപോലെ ക്രീം ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൈനാപ്പിൾ ക്രഷ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് അടുത്ത ലെയർ സ്പഞ്ച് കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ എല്ലാ ലെയറും ചെയ്തെടുക്കണം. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ട് ക്രീം ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് പൈനാപ്പിൾ ക്രഷ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടുത്ത ലെയർ സ്പഞ്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ലെയറും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ കേക്ക് ക്രം കോട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം നമുക്ക് ഫൈനൽ കോട്ടും ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് സെക്കൻഡ് ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് സൈഡിലൂടെ. വിപ്പിംഗ് ക്രീമിലേക്ക് 2 തുള്ളി യെല്ലോ കളർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഓരോ ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. ആ നോസിൽ വെച്ചിട്ട് തന്നെ ബോർഡറും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്ലേസ് ജെല്ലിലേക്ക് 2 തുള്ളി യെല്ലോ കളർ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ചുറ്റിലും ഓരോ ഡോട്ട് പോലെ ഗ്ലേസ് ജെല്ല് ഉറ്റിച്ച് കൊടുക്കാം. കുറച്ച് വലിയതാക്കിയിട്ട് വേണം ഉറ്റിച്ച് കൊടുക്കാൻ. അതിനുശേഷം ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ആ ഡോട്ടിന് മുകളിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിലേക്ക് വലിച്ചു കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ ഗ്ലേസ് ജെൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. പൈനാപ്പിളിൻ്റെ ഒരു പുളിയും അതുപോലെ തന്നെ മധുരമൊക്കെ കൂടിക്കലരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. ഇനി പൈനാപ്പിൾ ക്രഷ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നില്ലെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. പൈനാപ്പിളിൻ്റെ ക്രഷായിട്ട് അതിൻ്റെ ബോട്ടിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിയിട്ട് ഉപയോഗിച്ചാലും മതി. പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ആ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. പൈനാപ്പിൾ ക്രഷ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ അത് വേവിച്ചതിന് ശേഷം മിക്സിയിൽ അടിക്കാതെ അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിലെ അടിയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പൈനാപ്പിൾ ക്രഷ് വീട്ടിലുണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ തന്നെ തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ അധികം പഴുക്കാത്ത പൈനാപ്പിൾ ആണെങ്കിൽ കുറച്ച് പുളിപ്പ് അധികമായിരിക്കും. അപ്പോൾ അതിനൊരു ടേസ്റ്റ് കുറവായിരിക്കും. അതുകൊണ്ട് നല്ല പഴുത്ത തന്നെ എടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.